ഉത്തർപ്രദേശിലെ പുരാതന ബൗദ്ധിക കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടി. സൗത്ത് കൊറിയയിലെ ബുസാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുനെസ്കോ ലോക പൈതൃക സമിതിയുടെ 46ാമത് സമ്മേളനത്തിലാണ് സുപ്രധാന തീരുമാനം. ഇതോടെ ഇന്ത്യയിൽ യുനെസ്കോ അംഗീകാരമുള്ള ലോക പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം 45ആയി ഉയർന്നു. India thanks all stakeholders of the World Heritage Convention for the inscription of the ancient Buddhist site at Sarnath, Varanasi on the World Heritage List under Agenda Item 48 COM 8B.17. വാരണാസിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ വടക്കുകിഴക്കാണ് സാരാനാഥ്. ബുദ്ധൻ തന്റെ ആദ്യ ശിഷ്യന്മാരുമായി കണ്ടുമുട്ടിയ സ്ഥലം കൂടിയാണിത്. മൃഗതവ അഥവാ മാൻ പാർക്ക് എന്നും സാരാനാഥ് അറിയപ്പെടുന്നു. ഭഗവാൻ ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പവിത്രമായ 4 തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് സാരാനാഥ്. ജ്ഞാനോദയം ലഭിച്ചതിനു ശേഷം ഗൗതമ ബുദ്ധൻ തന്റെ ആദ്യ പ്രഭാഷണം നടത്തിയ ധർമ്മചക്ര പ്രവർത്തനം നടന്നതും ഇവിടെയാണ്. ബുദ്ധന്റെ പ്രഥമ പ്രഭാഷണ വേദിയായ സാരാനാഥിന്റെ പൈതൃക പദവി രാജ്യത്തിന് വലിയ അഭിമാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിവേകത്തിന്റെയും കാരുണ്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങൾ ലോകത്തിന് സമ്മാനിച്ച ബുദ്ധനുമായി അഗാധമായ ബന്ധമുള്ള സ്ഥലമാണ് സാരാനാഥെന്ന് പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ചു. ക്രിസ്തുവിനു മുമ്പ് 3ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തുവിന് ശേഷം 12ാം നൂറ്റാണ്ട് വരെയുള്ള വിവിധ കാലഘട്ടങ്ങളിലെ ദമേക് സ്തൂപം, ചൌഹാണ്ടി സ്തൂപം, അശോക സ്തംഭം, സാർനാഥ് പുരാവസ്തു മ്യൂസിയം എന്നിവ ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. ഇന്ത്യയുടെ സമ്പന്നമായ ബൗദ്ധ പൈതൃകത്തിന്റെ സുപ്രധാന സാക്ഷ്യമായി ഇവയെ കണക്കാക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ജനം.